السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ദിവസം നമ്മുടെ സൂറത്ത് താഹ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മാതിരി തന്നെ ശബ്ദത്തിന് കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് നമുക്കത് വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ക്ഷമ ചോദിക്കുകയാണ്. അടുത്ത സൃഷ്ടിക്കൊന്ന് റെഡിയാക്കി നല്ലപോലെ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. സൂറത്ത് താഹ കഴിഞ്ഞ തവണ നമ്മൾ പാരായണം ചെയ്തു. ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞു ഈ സൂറത്തിന്റെ ത്വാഹ എന്ന് പേര് വരാനുള്ള കാരണത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താഹ റസൂലുള്ളാഹ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതില് അത്രമാത്രം പ്രബലമായ ഒരു അഭിപ്രായമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ത്വാഹ എന്ന് പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ത്വാഹ എന്ന് പേര് വന്നിരിക്കുന്നത്. മറിച്ച് ഏറ്റവും പ്രബലമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ത്വാഹ എന്നീ രണ്ട് അക്ഷരങ്ങളാണ്. ഇതേപോലെ കേവലാക്ഷരങ്ങൾ തുടങ്ങിയ കുറെ അധികം സൂറകൾ ഖുർആനിലുണ്ട്. അലിഫ് ലാം മീം, ഹാ മീം, കാഫ് ഹായ ഐൻ സ്വാദ്, ഖാഫ് നൂൻ എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ സൂറത്തുകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സൂറത്ത് തന്നെയാണിത്. ഈ അക്ഷരങ്ങൾ കൊണ്ട് സൂറത്തുകൾ ആരംഭിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ള നിലക്ക് ഈ ഖുർആനിന്റെ എതിരാളികൾ അറിയേണ്ട ഒരു കാര്യം, കേവല അക്ഷരങ്ങൾ കൊണ്ട് അതുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കി, അതുകൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കി, അതേപോലെ വലിയ ആശയങ്ങൾ തീർത്ത ഒരു വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അറബി അറിയാവുന്ന അറബി അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് സാധ്യമാകുന്ന എന്തെങ്കിലും ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ സൂറത്ത് മക്കിയാണ്. അതേപോലെ ഇതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് പറഞ്ഞു. ആദ്യകാല ഘട്ടത്തിൽ തന്നെ ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത ആശ്ലേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാം, അത് ആദ്യകാലത്ത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പായിട്ട് അവതരിച്ചിരിക്കുന്ന ഒരു സൂറത്താണിത്. അതുകൊണ്ട് തന്നെ ആദ്യകാല വിശ്വാസികൾ എല്ലാവരും ഹിഫ്ളാക്കുകയും പഠിക്കുകയും അതിലുള്ള ആശയങ്ങളൊക്കെ ഏറെ അവരെ സ്വാധീനിക്കുകയും ചെയ്ത ഒരു സൂറത്ത് കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമല്ലല്ലോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ സൂറത്തിനെ സംബന്ധിച്ച് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞത് പ്രധാനമായും മൂസാ നബി അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്ന ഫറോവയുടെയും ഒക്കെ വിഷയങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ഒരുപാട് വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ ജനനവും ജീവിതവും വിവാഹാനന്തരമുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അതൊക്കെ പറയുന്നതിന് കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചില വ്യക്തമായ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതെന്താണ്? താങ്കൾ ക്ഷമയോടെ കൈക്കൊള്ളുക, മൂസാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം മനസ്സിലാക്കുക, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, ഈ ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സുന്ദരമായ അവസ്ഥകൾ അതിനെ ആഗ്രഹം വെച്ചുകൊണ്ട് താങ്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്, താങ്കളുടെ കുടുംബത്തോട് നമസ്കാരവും മറ്റ് ആരാധനാ കർമ്മങ്ങളും ഒക്കെ പ്രത്യേകമായി ഉത്ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് പിന്നീട് ഇതിലൂടെ കടന്നു വരുന്നത്. ഉമറുല്ലാഹുവിന്റെ ഇസ്ലാം മത ആശ്ലേഷണത്തിന് കാരണമായ ഒരു സൂറത്തായിട്ട് ഇതിനെ പ്രതിപാദിക്കപ്പെടുന്നുണ്ടല്ലോ. ആ സംഭവം അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മള് എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേട്ടതാണ്. പണ്ട് മുതൽക്കേ നമ്മൾ കേട്ടുവരുന്ന ഒരു ചരിത്രമാണ്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. അതെന്തായിരുന്നു? അങ്ങനെ ഒരാള് മക്കയില് എല്ലാറ്റിനും എതിരായി നിൽക്കുന്ന ഞങ്ങളെ കുലദൈവങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവാചകൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു പ്രവണതയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. മുത്തഖല്ലിദൻ ബിസ്സൈഫ് എന്നാണ്. ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് പോകുന്നത്. അവര് ഉറയിൽ നിന്ന് വാള് ഊരിയ പിന്നെ രണ്ടാലൊന്നും സംഭവിക്കാതെ അറബികൾ അന്ന് ആ വാള് അതിന്റെ ഉറയിലേക്ക് വെക്കില്ല. അതുകൊണ്ടാണ് ഊരിപ്പിടിച്ച വാളുമായി പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു കഥ, ആ ഒരു അവസ്ഥ അങ്ങനെ കൃത്യമായി വിശദീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പൊ അവിടെ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ വഴിയിലുള്ള ആളുകളെ അന്വേഷിക്കുന്നത് എങ്ങോട്ടാണ് ഇത്രയും ധൃതിയിൽ ദേഷ്യത്തിൽ
ഊരിപ്പിടിച്ച് വാളുമായി പോകുന്നത് എന്നത് അന്വേഷിച്ചപ്പോ ഈ സംഭവം പറയുന്നു. അവിടെ തന്റെ പങ്ങളും അളിയനുമൊക്കെ വിശ്വാസികളായിരിക്കുന്നു, അവരെ പോയി ആദ്യം നന്നാക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അദ്ദേഹം അതിലേറെ രോഷാകുലനായി, ക്രോധാകുലനായി. നേരത്തെ എത്ര ശക്തമായിട്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ പോകുന്നത്, വധിക്കാൻ പോകുന്നത്, അതിനേക്കാൾ കൂടുതൽ ദേഷ്യത്തിലും ക്രോധത്തിലും രോഷത്തിലും അദ്ദേഹം തന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ഒരുപാട് സംഭവങ്ങൾ പിന്നീട് നടക്കുന്നുണ്ട്. അവരൊക്കെ അടിക്കുന്ന സംഭവം വരെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം അവിടെ ചെല്ലുമ്പോ കേൾക്കുന്ന സംഗതിയുണ്ട്. ആ വീട്ടിൽ തന്റെ പെങ്ങളെയും അടിയനെയും ഒക്കെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹാബി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് അവിടെ ഖുർആൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, നല്ല ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ ശക്തമായി അദ്ദേഹം മർദ്ദിച്ചു എന്നാണ്. ഏതായിരുന്നാലും ആ ഖുർആൻ സൂറത്ത് ത്വാഹ പാരായണം അദ്ദേഹം കേട്ടു, വല്ലാതെ ആകൃഷ്ടനായി. അദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ ഇത് സാധാരണ ആളുകൾ പറയുന്ന തരത്തിലുള്ള ഒരു സംസാരമല്ലല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ആ ഓതിയ ഭാഗം എന്താണോ ആ ഗ്രന്ഥം ആവശ്യപ്പെടുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ അദ്ദേഹം അത് പെങ്ങള് പറഞ്ഞതുപോലെ ശുദ്ധിയായി വന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ പെങ്ങള് പറഞ്ഞ കാര്യം മുഴുവനും കേട്ട് ആ ഖുർആനിക വചനങ്ങൾ അദ്ദേഹം ഓതുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് മാറ്റം വരുന്നു. ഇതാണ് ആ സംഭവം. എന്നിട്ട് അദ്ദേഹം നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന്, അവിടെ ഹംസ റളിയല്ലാഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളുണ്ട്. അവിടെ അദ്ദേഹം വിശ്വാസിയാകുന്ന ഏറ്റവും പ്രബലമായ ഒരു ചരിത്രമാണ് ഇതിന്റെ ഈ സൂറത്ത് ത്വാഹ പഠിക്കുമ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് ഓർക്കാനുള്ളത് എന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. ഇനി നമുക്ക് ആ സൂറത്തിന്റെ ചെറിയൊരു വിശദീകരണത്തിലേക്ക്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമല്ലാത്തത് കൊണ്ടും വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കാത്തത് കൊണ്ടും ഒരു ചെറിയ വിശദീകരണത്തിലൂടെ വീണ്ടും കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ റഹ്മാനു അലൽ അർശി ഇസ്തവാ. ത്വാഹ നമ്മൾ പറഞ്ഞു, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, താങ്കൾക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചു തന്നത് താങ്കൾ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല. ഷഖ്വുൻ എന്നാണ് അതിന്റെ ഒറിജിനൽ പദം. ഷഖ എന്ന് പറയും അതിന്റെ കഴിഞ്ഞ കാല മാദിയായ ക്രിയ സംബന്ധിച്ച്. യഷ്ക എന്ന് പറയും അതിന്റെ മുലാരി ആയിട്ടുള്ള പ്രസന്റ് ടെൻസിനെ സംബന്ധിച്ച്. ഷഖിയുൻ എന്ന് പറയും നിർഭാഗ്യവാൻ, കഷ്ടപ്പാട് കഷ്ടപ്പെട്ടവൻ, ദുഷ്ടത്തരം കാണിക്കുന്നവൻ എന്നൊക്കെ ഷഖിയുൻ എന്ന രൂപത്തിലാണ് പറയുക. നിർഭാഗ്യം, കഷ്ടപ്പാട്, ദുഷ്ടത്തരം എന്നൊക്കെ അർത്ഥത്തില് ഖുർആനിൽ തന്നെ ഈ വാക്ക് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രവാചകരെ, നിങ്ങൾ ഈ ഖുർആൻ കൊണ്ട് കഷ്ടപ്പെടാൻ വേണ്ടിയല്ല. ഖുർആൻ കൊണ്ട് കഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഖുർആൻ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്ന് സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കുമ്പോൾ താങ്കൾക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ അറിയാം. പക്ഷെ അതൊക്കെ മാറും, ഇതിനു വേണ്ടിയല്ല. ഖുർആൻ കൊണ്ട് താങ്കൾ ഒരുപാട് നേരം നിന്ന് നമസ്കരിക്കുന്നു, കാലിൽ നീര് വരുന്നത് വരെ താങ്കൾ നിന്ന് നമസ്കരിക്കുന്നു. അങ്ങനെ അത്രയും കഷ്ടപ്പെടാനല്ല. ഈ ഖുർആൻ കൊണ്ട് താങ്കൾക്ക് ജീവിതത്തിൽ വിജയമാണ് ഉണ്ടാവുക, സൗഭാഗ്യമാണ് ഉണ്ടാവുക, നിർഭാഗ്യമല്ല, കഷ്ടപ്പാടല്ല താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് എന്നാണ് രണ്ടാമത്തെ ആയത്ത് പ്രതിപാദിക്കുന്നത്. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ, മറിച്ച് എന്താണിത്? ഭയപ്പെടുന്ന ആളുകൾക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണ് ഈ ഖുർആനിന്റെ അവതരണം. ആർക്കാണ് ഉത്ബോധനം ഫലപ്പെടുക? അള്ളാഹുവിനെ ഭയപ്പെടുന്നവരോട് തദ്കിറത്ത് നടത്തിയിട്ടേ കാര്യമുള്ളൂ. തദ്കിറത്ത് എന്ന് പറഞ്ഞാൽ ഉത്ബോധനം, ഓർമ്മപ്പെടുത്തൽ. അത് ഓർമ്മപ്പെടുത്തൽ ആർക്കാണ് ഫലം ചെയ്യുക? യഖ്ശാ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക്. താൻ പ്രവാചകനോട് വേറെയും ഭാഗങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ എത്രയും ഉത്ബോധനം ചെയ്തോളൂ, അവരെ ഉപദേശിച്ചോളൂ, അതുകൊണ്ട് കാര്യം ഉണ്ടാകും എന്ന് അദ്ദേഹത്തെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ,
ഈ ഒരു വേദഗ്രന്ഥം എന്ന് പറയുന്നത് തൻസീലുൻ അവതരിച്ചതാണ്. നസ്സല യതനസ്സലു എന്നതിന്റെ മസ്ദറാണ് തൻസീൽ എന്നുള്ളത്. അവതരിപ്പിക്കപ്പെട്ടതാണ്. എവിടുന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്? മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ, ഉന്നതമായ ആകാശങ്ങളും അതേപോലെ ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ മഹത്വം പറയുകയാണ്, അതിന്റെ ഗാംഭീര്യം പറയുകയാണ്. ഇത് കേവലം ഒരു ഗ്രന്ഥമല്ല, ഒരു പുസ്തകമല്ല. ഈ പുസ്തകം ഇറക്കി തന്നത് ആരാന്നറിയോ? ആകാശങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാല്, അതേപോലെ ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലേ? അതിനേക്കാൾ വലിയ മഹത്തരമായ ഒരു സംഗതി എന്നുള്ള നിലക്കാണ് ഈ വേദഗ്രന്ഥം നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു വന്നിരിക്കുന്നത്. അർ-റഹ്മാൻ, പരമകാരുണികനായുള്ളവനാണ് അവൻ. അലൽ അർശിസ്തവ, അവൻ സിംഹാസനത്തിലാണുള്ളത്. അള്ളാഹുവിന്റെ അർഷിലാണ് ആ ഉപവിഷ്ടനായിട്ടുള്ളത്. അവിടെ ഉണ്ട് അള്ളാഹു അർഷിലുണ്ട്, അർഷിലാണ് അള്ളാഹു ഉള്ളത് എന്ന് അള്ളാഹുവിനെ അവൻ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. വലിയ പ്രധാനപ്പെട്ട കുറെ വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിച്ചു പോയി. നമ്മൾ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിൽ സുദീർഘമായി ഇത് ഖുർആൻ പാരായണം ചെയ്ത് സൂറത്തുൽ ബഖറ കഴിഞ്ഞു, സൂറത്ത് ആൽ ഇംറാൻ കഴിഞ്ഞു, അങ്ങനെ വീണ്ടും വീണ്ടും ഓരോ റക്അത്തിൽ തന്നെ ഒരുപാട് ഓതിപ്പോകുന്ന ആളായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് അദ്ദേഹത്തോട് പറയാം, നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടാനല്ല ഈ ഖുർആൻ അവതരിച്ചിരിക്കുന്നത് എന്ന്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ സമൂഹത്തിന് ഓതിക്കൊടുക്കുമ്പോ ആളുകൾ വിശ്വസിക്കാതിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മാനസികമായ പ്രയാസമുണ്ട്, വല്ലാത്ത വേദന ഉണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടാനല്ല ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടാകും, വിശ്വസിക്കാത്തവരുണ്ടാകും. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെ ആ നിലക്കൊക്കെ ആണ് ഇതിനെ നമ്മൾ വ്യാഖ്യാനിച്ചു പോകേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കൈഫ തശ്ഖാ വഅൻത മഅർ റഹ്മാൻ, ഈ ആയത്തിൽ തന്നെ കണ്ടില്ലേ, അർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവാണ് ഇത് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ പരമകാരുണികനായ റഹ്മാനായ അള്ളാഹുവാണ് താങ്കളുടെ കൂടെയുള്ളത്. അങ്ങനെ റഹ്മാനായ ഒരു അള്ളാഹു താങ്കളെ പ്രയാസപ്പെടുത്തുവോ എന്നുകൂടെ അദ്ദേഹത്തോട് ചിന്തിക്കാൻ, ആലോചിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു ഭാഗമാണ് എന്നാണ് മറ്റു രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് തൊട്ട് മുമ്പുള്ള സൂറത്ത് മറിയം, സൂറത്ത് മറിയമിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ പ്രബോധന വിഷയത്തിൽ വിഷമം നിറഞ്ഞു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അവതരിച്ച ഒരു സൂറത്താണ് അത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ ആളുകൾ പലരും വിശ്വാസികളാകാതിരിക്കുന്ന സ്വന്തം കുടുംബക്കാർ പോലും അതിശക്തമായ എതിരാളികളായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇറക്കപ്പെട്ട ഒരു സൂറത്ത് എന്നുള്ള നിലക്ക് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ആദ്യ കാലഘട്ടത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും അറിയാവുന്ന ഒരു സൂറത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ഇതിനെ പ്രത്യേകം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറെ വിഷമം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവതരിച്ച ഒരു സൂറത്ത് എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടും പ്രത്യേകത അർഹിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സൂറത്തിലെ ബാക്കി ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന സാന്ത്വന വാക്കുകൾ, അദ്ദേഹത്തിന് നൽകുന്ന ആശ്വാസങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നൽകുന്ന പ്രതീക്ഷകളെ സംബന്ധിച്ചൊക്കെ ഏറെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഖുർആൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് ഇത് ഇറക്കപ്പെട്ടിരിക്കുന്നത്, ഇതിലുള്ള ഉത്ബോധനങ്ങളും താക്കീതുകളും എന്നൊക്കെ പറയുന്നത് ദൈവഭക്തരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുമ്പോൾ അവർ ശ്രദ്ധിച്ച് കേൾക്കും, അവർക്ക് അതിലൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ ദൈവ ഭയമില്ലാത്ത, സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാകും. അവരോട് നിങ്ങൾ ഇതെത്ര പറഞ്ഞിട്ട് കാര്യമല്ല, അവരെ പിന്നാലെ താങ്കൾ നടക്കേണ്ടതായിട്ടില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ പ്രവാചകരെ നിങ്ങൾക്ക് കണ്ടാൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾ പറയുമ്പോ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരോട് നിങ്ങൾ സംസാരിച്ചോളൂ എന്ന. നമ്മളും അങ്ങനെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കാറുണ്ടല്ലോ. ഒരുപാട് അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കാൻ ഏറെ താല്പര്യമുള്ള
ആ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ആയത്ത് മതി, ഒരു ചെറിയ സംഗതി മതി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ. അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹു അങ്ങനെയുള്ള ആളുകളിൽ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സൂചിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ തസ്ക, ഷഖിയുൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും പദങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓതിപ്പോകുന്ന ചില സൂറകളിലുള്ള, ചെറിയ സൂറകളിലുള്ള അതേപോലെ ഖുർആൻ എടുത്തിട്ട് ഓതി നോക്കണം ഏത് സന്ദർഭത്തിലാണ് അത് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നരകത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്താണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച്, ഖുർആനിൽ നിന്ന് വിട്ടകന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിടത്തുമാണ് അഷ്ക എന്ന് പറഞ്ഞത്. നരകത്തിൽ കിടക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തിയപ്പോ ഏറ്റവും അഷ്കയാണ്, ഏറ്റവും ദുഷ്ടനായ വ്യക്തിക്കാണ് നരകത്തിൽ പ്രവേശിക്കേണ്ടതായിട്ട് വരിക. ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ആളല്ലാതെ ആരാ നരകത്ത് പോവുക എന്ന് ഖുർആൻ ചോദിക്കുക. അതേപോലെ ഖുർആനിൽ നിന്ന് അകന്നു പോകുന്നതും ലഷ്ക, ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ള ആളല്ലാതെ മറ്റാരാണ് ഖുർആനിൽ നിന്ന് അകന്നു പോവുക എന്ന് ചോദിക്കാം. ഒരു നിലക്കും ഉപദേശം സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളല്ലാതെ മറ്റാരാണ് ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്ന ചോദ്യം ചോദിച്ചു. ആ രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് അഷ്ക എന്ന് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഓതി പോകുന്നതിൽ നമ്മൾ കണ്ടു അസ്സമാവാത്തിൽ ഉല എന്നൊരു വാക്കം കണ്ടു. അൽ ഉല എന്നത് ഉല്യ എന്ന വാക്കിന്റെ ജംആണ്. അത് ബഹുവചനം. സമാഉൻ ഉല്യ, ഒരു ആകാശമാണെങ്കിൽ സമാഉൻ ഉല്യ, ഉയർന്ന ഉന്നതമായ ആകാശം എന്ന് പറയാം. ഇവിടെ സമാവാത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് ഉല എന്ന് പറഞ്ഞത്. ഏറെ ഉന്നതമായ വിശാലമായ ഉയർന്നതായ ആകാശങ്ങൾ എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. അതൊക്കെ ശാസ്ത്രീയമായി നമ്മൾ വിശദീകരിക്കുമ്പോൾ ഏറെ വിശദീകരണങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ്. കഴിഞ്ഞ സൂറകളിൽ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് സൂറത്ത് റൂം നമ്മൾ പഠിച്ച ഭാഗത്തൊക്കെ നമ്മൾ വിശദീകരിച്ചു പോകുന്നത് കൊണ്ട് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. അതേപോലെ മറ്റൊരു വാക്ക് കുബറ എന്ന് പറയും. അത് കുബറ എന്നുള്ളതിന്റെ ബഹുവചനമായിട്ട് കുബർ എന്ന് പറയാറുണ്ട്. ഇവിടെ നമ്മൾ ആകാശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ വേറെ ഉന്നതമായ ആകാശങ്ങൾ എന്ന് പറഞ്ഞു, വേറെ ചില സ്ഥലങ്ങളിൽ വിശാലമായ ആകാശങ്ങൾ എന്ന് പറഞ്ഞ്, വേറെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ സൃഷ്ടിച്ച നിലനിർത്തുന്ന ആകാശങ്ങൾ എന്ന് പറഞ്ഞ, അങ്ങനെ ആകാശത്തിന്റെ ആ വിശാലതയെ സംബന്ധിച്ചും ഉന്നതമായ അവസ്ഥകളെ സംബന്ധിച്ചും ആകാശങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വലിയ ബൃഹത്തായ വിശദീകരണങ്ങൾ ഖുർആൻ നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റബ്ബിക്കുല്ലി ഷൈഇൻ വ മലീകി, എല്ലാറ്റിന്റെയും സൃഷ്ടാവും എല്ലാറ്റിന്റെയും രക്ഷിതാവുമായ അള്ളാഹു, ആ അള്ളാഹുവിൽ നിന്ന് അവതരണമാണ് ഈ വേദഗ്രന്ഥം എന്നുള്ള നിലക്കൊക്കെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇനി അടുത്ത ആയത്തിലേക്ക് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ നോക്കുക. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്ത അസ്സറാ വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു അസ്സിർറ വഅഖ്ഫാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു ലഹുൽ അസ്മാഉൽ ഹുസ്നാ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്ത അസ്സറാ വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു അസ്സിർറ വഅഖ്ഫാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു ലഹുൽ അസ്മാഉൽ ഹുസ്നാ. ഇത്ര ഈ 8 ആയത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ ചരിത്രത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുമ്പ് പറയുന്ന ഈ ആയത്തുകൾ, ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് പ്രതിപാദിച്ചിട്ടുള്ള ഈ 8 ആയത്തുകൾ നിങ്ങൾ പ്രത്യേകം മനസ്സിരുത്തണം, എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. ഇവിടെ അള്ളാഹുവിന്റെ ഒരുപാട് വളരെ ശക്തമായ അവന്റെ കഴിവുകളെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ലഹു മാഫിസ് സമാവാത്തി വമാഫിൽ അർള്. നിങ്ങൾക്കറിയാം, ലഹു അവനുള്ളതാണ് മാ ഒന്ന് ഫിസ് സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളത്, വമാ ഫിൽ അർള് ഭൂമിയിൽ ഉള്ളതും. ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടോ, വമാ ഫിൽ അർള് ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുവിനുള്ളതാണ്. വമാ ബൈനഹുമാ ആകാശങ്ങളുടെയും
ഭൂമിയുടെയും ഇടയിൽ മറ്റെന്താണുള്ളത്, അതും അള്ളാഹുവിനുള്ളതാണ്. വമാ തഹ്ത സറ ഒന്നും കൂടെ വിശദീകരിക്കുകയാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം പെട്ടു. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ളത് എന്ന്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, വായുവാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനാണ്. നമുക്ക് ആവശ്യമുള്ള മറ്റൊരുപാട് സംഗതികളാണ്. ഒമാ തഹ്ത സറ അതേപോലെ സറ മണ്ണിനടിയിലുള്ളതും അവനുള്ളതാണ്. എല്ലായിടത്തും മാ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ആ മാ എന്ന് ഉപയോഗിച്ചത് എന്തിനാ? മാ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഏതോ ഒന്ന്, എന്താകട്ടെ അതെന്ന് പറഞ്ഞാൽ ചെറിയതിനും വലിയതിനും ഒക്കെ പറയാം. ആകാശങ്ങളുടെയും ഭൂമിയിലുള്ളതും അതിനിടയിലുള്ളതും അതേപോലെ ഭൂമിക്കടിയിലുള്ളതും മണ്ണിനടിയിലുള്ളതുമായിട്ടുള്ള എന്തെല്ലാ സംഗതികളുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ ഇതാണ്. അവനാണ് അതിന്റെ ഉടമസ്ഥൻ, നിങ്ങളല്ല. എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ അവനാണ് കേട്ടോ. അവനറിയാം അത് എന്തൊക്കെയാണെന്നുള്ളത്. വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. വഇൻ തജാർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫ. താങ്കൾ വാക്ക് ഉച്ചത്തിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു രഹസ്യമായതും അത്യന്തം നിഗൂഢമായതും അറിയുന്നവനാണ്. സിർറിൻ രഹസ്യം, അഖ്ഫ ഏറെ നിഗൂഢമായത്, ഖഫിയായത് വളരെ നിഗൂഢമായത് എന്നാണ് അഖ്ഫ എന്ന വാക്കിന്റെ അർത്ഥം. അത് എന്താണെന്ന് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പ്രവാചകരെ ഉറക്കെ പറഞ്ഞാലും മെല്ലെ പറഞ്ഞാലും അള്ളാഹു സിർററിയുന്നവനാണ്, രഹസ്യം അറിയുന്നവനാണ്, അതേപോലെ ഏറെ നിഗൂഢമായതും അറിയുന്നവനാണ്. നിങ്ങൾ സ്വകാര്യമാക്കി വെച്ചത്, ആളുകളോട് സ്വകാര്യമായി പറയുന്നത്, നിങ്ങൾ ഇതുവരെ സ്വകാര്യമാക്കി വെച്ചിട്ടില്ലാത്തത്, നിങ്ങൾ ആളുകളോട് സ്വകാര്യമായിട്ട് പറയാത്തത്, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വകാര്യമായിട്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും. നിഗൂഢമായിട്ടുള്ള, അതിനേക്കാൾ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടില്ല. അതിനാണ് അഖ്ഫ എന്ന് പറയുന്നത് എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് കേട്ടോ അല്ലാഹു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അല്ലാഹു അവനല്ലാതെ ഒരാരാധ്യനില്ല. ലഹുൽ അസ്മാഉൽ ഹുസ്ന. അവന് ഒരുപാട് നല്ല ഉത്കൃഷ്ടമായ പേരുകളുണ്ട് അള്ളാഹുവിന്. നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി, അള്ളാഹു സൃഷ്ടാവാണ് എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ഒരുപാട് മഹാത്മ്യങ്ങൾ പറഞ്ഞു. അത്തരം സൃഷ്ടാവായ അള്ളാഹുവാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ വേദഗ്രന്ഥം റഹ്മാനായ റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് സൂചിപ്പിച്ചു. ഇത് നിങ്ങളെ ക്ലേശപ്പെടുത്താനുള്ളതല്ല, ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല എന്നുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്തു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറെ ഉത്കൃഷ്ടമായ നാമങ്ങളുള്ള ആ നാമങ്ങളുള്ളതാണ് അള്ളാഹു എന്ന് കൂടെ അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തിയത് എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ സമയം കഴിഞ്ഞു. ഇവിടെ ലഘുമാഫിസ്തമാവാത്തി ഒമാഫിൽ ഒമാ ബൈനഹുമാ ഒമാ തഹ്ത സറ എന്ന് പറയുമ്പോ പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറഞ്ഞത് ഖൽഖൻ വമുൽക്കൻ വതദ്ബീറൻ എന്ന. അള്ളാഹുവിനാണ് ഉണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവാണ് സൃഷ്ടാവ്. വമുൽക്കൻ അള്ളാഹു ആണ് അതിന്റെ അധികാരം. വതദ്ബീറൻ അതിന്റെ തദ്ബീർ, അതിന്റെ നിയന്ത്രണവും അതിന്റെ ആസൂത്രണം അതൊക്കെ അള്ളാഹുവിനാണ്. ഇത് പലതും നമ്മള് സമൂഹത്തിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. സൃഷ്ടാവ് അള്ളാഹു അല്ല, അതേപോലെ നിയന്താവ് അള്ളാഹു അല്ല, അധികാരം അള്ളാഹുവിനല്ല, ഇവിടെയുള്ള പല മനുഷ്യർക്കും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന മൗഢ്യമായ ചിന്താഗതികൾ പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കല്ലോ. ഇപ്പോൾ അതുകൊണ്ട് ഈ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരാണ് ആകാശങ്ങളുടെ ഉടമസ്ഥൻ? ആരാണ് ഭൂമിയുടെ ഉടമസ്ഥൻ? ഭൂമിയിലുള്ളതിന്റെ ആരുടെ നിയന്ത്രണത്തിലാണ്? ഓരോന്നും ആ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് എന്ന്. ഇവിടെ ആകാശങ്ങളിലും ഭൂമിയിലും അതിനിടയിലുള്ളതും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്. നിങ്ങൾക്ക് തന്നെ ഒരുപാട് വിഷയങ്ങൾ അത് സംബന്ധമായിട്ട് അറിയാം. അതിന്റെ പിന്നെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ വമാ തഹ്ത സറ എന്നതൊരു പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. എന്തായിരിക്കും ഈ മണ്ണിനടിയിലുള്ളത് എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മള് പിന്നെ ആലോചിക്കുന്നുണ്ടാകും.
അതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ അതിന് ശേഷമുള്ള സിർറ വഅഖ്ഫ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പോയാൽ മതി. രഹസ്യവും വളരെയേറെ ഗൂഢമായതും എന്ന് സൂചിപ്പിച്ചല്ലോ. അതേപോലെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള അതിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച് ഒരുപാട് നിങ്ങൾക്കറിയാം. നിങ്ങൾ കാണുന്നു, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനും അറിയാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നു. എന്നാൽ നിങ്ങൾ കേൾക്കാത്ത ശബ്ദം ഭൂമിക്കടിയിലുണ്ട്. നിങ്ങൾ കാണാത്ത, നിങ്ങളുടെ കണ്ണെത്താത്ത ഒരുപാട് സംഗതികൾ ഭൂമിക്കടിയിലുണ്ട്. നിങ്ങളുടെ ചിന്തകൾക്ക് എത്തിപ്പിടിക്കാൻ സാധ്യമല്ലാത്ത ഒട്ടേറെ സംഗതികൾ ഭൂമിക്കടിയിൽ, മണ്ണിനടിയിലുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണത്? ഭൗതിക ലോകത്തിലെ ഈ ഭൂമിയിലെ ആഴങ്ങളിലേക്ക് മനുഷ്യൻ പോകുമ്പോ എത്ര ഖനിജങ്ങളാണ് അവിടെ കാണുന്നത്. വെള്ളത്തിന്റെ സ്രോതസ്സുകൾ, മനുഷ്യൻ കിണറുകൾ കുടിച്ച് വെള്ളത്തിന്റെ സ്രോതസ്സുകൾ കണ്ടെത്തിയിട്ട് എന്തൊക്കെ നേട്ടങ്ങളാണ്. എണ്ണ കുടിച്ചെടുക്കുന്നു. എന്തൊക്കെ വസ്തുക്കളാണ് അതേപോലെ ഭൂമിക്കടിയിൽ നിന്ന് സ്വർണ്ണമടക്കമുള്ള എന്തെല്ലാം വസ്തുക്കളാണ് മനുഷ്യന് ഭൂമിക്കടിയിൽ നിന്ന് അവൻ കുഴിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, സൂറത്തുൽ ഹിജ്റയിൽ അള്ളാഹു സൂചിപ്പിച്ചതുപോലെ, ഭൂമിയെ നാം വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും അളവ് നിർണയിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും അതിൽ നാം മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങൾ ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്നവരല്ലാത്തവർക്കും അതിൽ നാം ഉപജീവന മാർഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഭൂമിയിലാണ്, ഈ മണ്ണിനടിയിൽ നിന്നുള്ള മുള പൊട്ടിയിട്ടാണ്, വിത്തുക്കൾ മുള പൊട്ടിയിട്ടാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആ വിത്തുക്കൾ ഒളിഞ്ഞിരിക്കുന്നത്. അവ മുളയ്ക്കാനുള്ള സാഹചര്യം എന്തൊക്കെയാണ് എന്നൊക്കെ മനുഷ്യന് പഠന വിധേയമാക്കാം. മനുഷ്യൻ അറിയാത്ത രൂപത്തിൽ അങ്ങനെ ഒരുപാട് സംഗതികൾ ഭൂമിക്കടിയിൽ, മണ്ണിനടിയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദൃശ്യ ജീവികളും രഹസ്യങ്ങളും ഒട്ടേറെ ഒളിഞ്ഞിരിക്കുന്നു. മണ്ണിനടിയിൽ ജീവിക്കുന്ന എത്ര ജീവജാലങ്ങളുണ്ട്, ഉരകങ്ങളുണ്ട്, പുഴുക്കളുണ്ട്, ബാക്ടീരിയകളുണ്ട്, അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്ന എന്തെല്ലാം ജീവികളുണ്ട്. ചിത്രത്തിൽ കാണുന്ന ആ ജീവിയൊക്കെ മണ്ണിനടിയിൽ ജീവിക്കുന്നതാണ്. അതേപോലെ മണ്ണിനടിയിൽ ജീവിക്കുന്ന എത്രയെത്ര ഉരകങ്ങളെയും ജീവജാലങ്ങളെയും ഒക്കെ മനുഷ്യർക്കറിയാം. ആയിരക്കണക്കിന്, ഒരു ചെറിയ മഴ പെയ്താൽ മണ്ണിനടിയിൽ നിന്ന് ലക്ഷക്കണക്കിന് പാറ്റകൾ പുറത്തേക്ക് പാറി വരുന്നത് മനുഷ്യൻ കാണുന്നു. ഇങ്ങനെ എന്തെല്ലാം സംഗതികൾ മണ്ണ് കുഴിച്ചു പോകുമ്പോ അവിടെ കാണുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്. ഇനി വേറൊരു വിഷയമുണ്ടല്ലോ, എന്താണത്? മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോ മരിച്ചവരുടെ ശരീരങ്ങൾ എവിടെയാണുള്ളത്? ഉയർത്തെഴുന്നേൽപ്പിനായി എവിടെ നിന്നാണ് ആ ശരീരങ്ങൾക്ക് ജീവൻ നൽകപ്പെട്ടുകൊണ്ട് എവിടെ നിന്നാണ് പുറത്തേക്ക് വരുന്നത്? ആ മണ്ണിലാണ് അതിനെ സൂക്ഷിച്ചത്. ആ മണ്ണിൽ നിന്നാണ് അത് പുറത്തേക്ക് വരുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഭൂമിയിലുള്ളത് മണ്ണിലുള്ളതൊക്കെ അത് പുറത്തേക്ക് ഇടുകയും എന്നിട്ട് അത് കാലിയാകുകയും ചെയ്യുന്ന ദിവസം ഭൂമിയിലുള്ളത് മുഴുവനും പുറത്തേക്ക് വലിച്ചെറിയാം. എന്നിട്ട് അതൊരു കാലിയായി തീരാ, ഒന്നുമല്ലാത്ത രൂപത്തിൽ ആ ഭൂമി എല്ലാം പുറത്തേക്ക് ഛർദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. എന്ന് നമ്മൾ നേരത്തെ വിശദീകരിക്കാത്തത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഭൂമിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, മണ്ണിനടിയിൽ നിന്ന് നമുക്ക് ഉപയോഗപ്രദമായ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വിളവുകൾ നമ്മൾ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു മിനിറ്റ് കൂടെ കേട്ടോ. എന്താണ് വഖഫ എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകരുത്. അവൻ പ്രവാചകരെ, ഇന്ന് താങ്കളുടെയും അനുയായികളുടെയും നേരെ ശത്രുക്കൾ അടിച്ചുവിടുന്ന അക്രമങ്ങളെയും ദ്രോഹങ്ങളെയും കുറിച്ചോ അവരുടെ വൃത്തികെട്ട ആരോപണങ്ങളിലൂടെ താങ്കളെ തേജോവധം ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ചോ താങ്കൾ ശബ്ദമുയർത്തി ആവലാതിപ്പെടേണ്ടതില്ല. പ്രവാചകൻ ഉറക്കെ പറയേണ്ടതില്ല. പ്രവാചകരെ, നിങ്ങളെ ഏത് സമയത്തും നിങ്ങൾ മെല്ലെ പറഞ്ഞാലും, നിങ്ങൾ ഒരിക്കലും പറഞ്ഞില്ലെങ്കിലും, നിങ്ങൾ ഏതൊക്കെ രൂപത്തിൽ നിങ്ങളുടെ മനസ്സിൽ വേദന അനുഭവിച്ചാലും എല്ലാം തന്നെ അറിയുന്നുണ്ട് പടച്ചവൻ എന്നാണ് ഈ ആയത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു വരും, ഒരു മനുഷ്യനല്ലേ, ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുമ്പോ ഒന്ന് ഉറക്കെ പറഞ്ഞു പോവില്ലേ? അള്ളാഹുവിനോട് ശബ്ദമുയർത്തി കണ്ടമിടറി ഒരുപക്ഷെ പ്രവാചകൻ പറഞ്ഞു പോവില്ലേ? അതുകൊണ്ട് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകരെ വേണ്ട, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നമുക്കറിയാം, നമ്മൾ അറിയുന്നുണ്ട്. നിങ്ങൾ ഏതവസ്ഥയിലാണ് കഴിഞ്ഞു കൂടുന്നതെന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഹൃദയമിടിപ്പുകൾ പോലും അവൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ പോലും അവൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുക. ഒന്നുകൂടെ വിശദീകരിച്ചാൽ,
പ്രവാചകരെ നിങ്ങൾ വാക്കുച്ചത്തിൽ പറഞ്ഞാലും അല്ലെങ്കിൽ മറച്ചാലും തീർച്ചയായും അവർ രഹസ്യവും അതിനേക്കാൾ മറിഞ്ഞിരിക്കുന്നതും അറിയും. അള്ളാഹു നിങ്ങളുടെ വാക്കുകളും മൗനങ്ങളും പ്രകടമായതും രഹസ്യമായതും എല്ലാം അറിയാം. പ്രപഞ്ചത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ വസ്തുക്കളെ കുറിച്ചും അതിൽ സംഭവിക്കുന്ന ഓരോ ചലനങ്ങളെ കുറിച്ചും അള്ളാഹു അറിയുന്നുണ്ട്. രഹസ്യമെന്നോ പരസ്യമെന്നോ ഉറക്കെയെന്നോ പതുക്കെയെന്നോ ഉള്ള വ്യത്യാസം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മനുഷ്യർക്ക് മറച്ചു വെക്കാൻ കഴിയുന്നതിനേക്കാൾ ആഴത്തിൽ അവൻ അറിയുന്നു. ഒരു മനുഷ്യനെ മറച്ചു വെക്കാൻ ആളെ കാണിക്കാതെ ആളുകൾ അറിയാതെ അവൻ ആരോടും പറയാതെ മറച്ചു വെക്കാൻ മനുഷ്യന് പലപ്പോഴും സാധ്യമാകാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ആഴത്തിൽ അള്ളാഹു അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നു എന്ന് മനസ്സിലാക്കുക. വേറെ വിശദീകരണത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് രഹസ്യമെന്ന് പറയാം. എന്നാൽ അതിനേക്കാൾ മറഞ്ഞത് എന്നത് ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുന്ന ആഴമേറിയ രഹസ്യങ്ങളാണ്. മനുഷ്യൻ രഹസ്യമാക്കി വെച്ച സംഗതികളുണ്ട്. അതിനേക്കാൾ പുറം മറിഞ്ഞിരിക്കുന്ന ഒരുപാട് സംഗതികളെയാണ് എന്ന് അഥവാ തന്നോട് പോലും സമ്മതിക്കാത്ത രഹസ്യങ്ങൾ എന്ന് പറയാം. മനസ്സിൽ പോലും തിരിച്ചറിയാത്ത പാപചിന്തകൾ ഉണ്ടാകാറുണ്ട്. അലീബിന് അബി തൽഹ റളിയല്ലാഹു, അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളൊക്കെ പറയുന്ന ചില വിശദീകരണങ്ങളുണ്ട്. രഹസ്യം എന്നത് മനുഷ്യൻ തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതാണ്. അതിനാണ് സിർ എന്ന് പറയുന്നത്. എന്നാൽ അസ്ഫ എന്ന് പറയുന്നത് ഏറെ മറച്ചു വെക്കപ്പെട്ടത് എന്ന് പറയുന്നത് അവൻ ചെയ്യാൻ പോകുന്നതിന്റെ മുമ്പ് തന്നെ അവനിൽ മറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ നാളെ ചെയ്യും, ആ ചെയ്യാൻ പോകുന്ന കാര്യം അവൻ അറിയില്ല. ആ കാര്യം ഇതാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലും അറിയുന്നവരാണ് അള്ളാഹു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്ന് സൂറത്തുൽ മുൽക്കിലെ ആയത്ത് നിങ്ങൾ ഒന്ന് ഓതി നോക്കുക. നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ പതുക്കെ പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ അതിന് ഉറക്കെ പറയുകയോ ചെയ്തു കൊള്ളുക. നിശ്ചയമായും അവന് ഹൃദയങ്ങളിൽ ഉള്ളതിനെ കുറിച്ച് അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ കാണാം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ വളരെ സ്വകാര്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നവനാണല്ലോ അള്ളാഹു എന്ന് പറയുന്ന ഭാഗം. അതിൽ നമ്മൾ ഓതിയതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു. ആ അസ്മാഉൽ ഹുസ്നയെ നമ്മൾ പറഞ്ഞു പോയതാണ്. ഈ അസ്മാഉൽ ഹുസ്നെ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇപ്പൊ ഒരു യാ ലത്തീഫ്, സൂക്ഷ്മമായുള്ളവനെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ബുദ്ധിമുട്ടുകൾ തുറന്നു പറയാൻ സാധിക്കണം. പടച്ചവന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യാ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. അള്ളാഹുവിൽ നിന്ന് ഉപജീവനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യാ റാസിഖ്, എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവനെ, അന്നം നൽകുന്നവനെ എനിക്ക് ഭക്ഷണം നൽകണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ മനുഷ്യന് സാധിക്കണം എന്നല്ല, അതിന് പറ്റാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. ഓരോ വാക്കുകളും എടുത്തു വെച്ച് നമ്മൾ പഠിക്കുക. എന്നിട്ട് ഓരോന്നിന്റെ സന്ദർഭം ഉണ്ടാകുമ്പോ നമ്മൾ അത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഏറെ സ്നേഹം കിട്ടേണ്ട ഒരു സന്ദർഭം, ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം യാ വദൂദ്, യാ വദൂദ്, ഏറെ സ്നേഹം നൽകുന്നവനെ നിന്റെ സ്നേഹം, നിന്റെ കാരുണ്യം എനിക്കുണ്ടാകണേ എന്നിങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന ഒരു സംഗതിയാണ് അസ്മാഉൽ ഹുസ്ന. ഒരു ഹദീസ് നമുക്കറിയാം, ഈ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അവ ആരാണ് ഓർത്തുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷിക്കുകയും അതിങ്ങനെ പ്രാർത്ഥിക്കുകയും അതൊക്കെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നോ അവർക്ക് അള്ളാഹു സ്വർഗം നൽകുന്നതാണ് എന്ന് പറയുന്ന ഹദീസ് കൂടുണ്ട്. അപ്പൊ ഏറെ പ്രാധാന്യമറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.